സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മസൂന മിസ്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള രണ്ടംഗങ്ങളും ഇന്നലെയും മിനിഞ്ഞാന്നുമായി കേരളത്തിലുള്ള എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി ഞാനടക്കമുള്ള എം പിമാർക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല. അടുത്ത ടേണിൽ അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം എം പിമാരെ കാണാൻ കഴിയാത്ത എം പിമാരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 16-ാം തീയതി KPCCയുടെ നേതൃത്വയോഗം തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട്. ആ നേതൃത്വയോഗത്തിൽ KPC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സമിതി അംഗങ്ങളും MLA മാർ MP മാർ ഉൾപ്പെടെയുള്ള KPC നിർവാഹക സമിതി അംഗങ്ങൾ DC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള വലിയൊരു നേതൃത്വ നിരയുടെ യോഗമാണ് KPC വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അല്ല, അതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് അത് കേരളത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല. അല്ല, അത് വളരെ 1-to-1 ആശയവിനിമയമാണ് നടത്തിയത്. അതുകൊണ്ട് ഓരോ എം പിമാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണെന്ന് മറ്റ് എം പിമാർക്ക് അറിയത്തില്ല. അതോടൊപ്പം തന്നെ മസൂന മിസ്ത്രിയോ അദ്ദേഹത്തോടൊപ്പമുള്ള അംഗങ്ങളോ അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല. ഇതുവരെയും വന്നിട്ടില്ല. ഏതാണ്ട് നമ്മൾ കോൺഗ്രസിന് 14 എം പിമാരിൽ 6-7 എം പിമാർ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ശ്രീ മസൂന മിസ്ത്രിയെ കണ്ടിരുന്നു. അവർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനോടോ അംഗങ്ങളോടോ പറഞ്ഞതായിട്ട് യാതൊരു അറിവുമില്ല. ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് ഈ പാർലമെൻറ്റിലെ തിരക്ക് കാരണം കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് കാണാൻ ഉദ്ദേശിച്ചാണ്, പക്ഷേ ഇന്ന് അദ്ദേഹം ഇവിടെ അവൈലബിൾ അല്ല. അദ്ദേഹം അഹമ്മദാബാദിലേക്ക് തിരിച്ചുപോയി. അടുത്ത ആഴ്ച വീണ്ടും ഡൽഹിക്ക് വരും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കമനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലോ KPC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ പകരം ആ അധ്യക്ഷൻ മത്സരിക്കാൻ ആണെങ്കിൽ ആ കാലയളവിൽ ഒരു സീനിയർ നേതാവിന് ചുമതല കൊടുക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കം. ഹൈക്കമാൻഡ് അതാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരനായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ KPCCയുടെ താൽക്കാലികമായി ചുമതല നൽകിയത് സീനിയർ കോൺഗ്രസ് നേതാവായ ശ്രീ M. ഹസനാണ്. അതിനു മുമ്പും അതുപോലെയാണ് KPC അധ്യക്ഷന്മാർ മത്സരിച്ചപ്പോൾ ചാർജ് കൊടുത്തത് ആ രീതിയിലാണ്. ശ്രീ PP തങ്കച്ചൻ KPCയുടെ ചാർജ് വഹിച്ചത് അങ്ങനെയാണ്. K. മുരളീധരൻ പ്രസിഡന്റായപ്പോൾ മത്സരിക്കാൻ പോയപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. പക്ഷെ അതൊരു സമ്പൂർണ്ണ അഴിച്ചുപണിയല്ല. നിലവിലുള്ള ഭാരവാഹികളെയും DC പ്രസിഡന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ KPC പ്രസിഡന്റ് മത്സരിക്കാൻ പോകുന്നതുകൊണ്ട് ആ സ്ഥാനത്ത് ഒരു താൽക്കാലിക പ്രസിഡന്റ് വെച്ചുകൊണ്ടുള്ള ഒരു കോർഡിനേഷൻ കേരളത്തിലെമ്പാടും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഒരു എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ തീർച്ചയായും KPC ആസ്ഥാനത്ത് ഒരു പ്രസിഡന്റ് ഉണ്ടാകണം. ആ ഒരു താൽക്കാലിക പ്രസിഡന്റ് അങ്ങനെയാണ് വെക്കുന്നത്. ചില ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചുമതല നൽകിയോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പുമൊക്കെ ചുമതലകൾ നൽകിയിട്ടുണ്ടായിരുന്നു.